എല്ലാവർക്കും നമസ്കാരം. ICSE ജാവ ട്യൂട്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജാവ പോലെയുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ICSE 9ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗം കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ആൾ ഡേറ്റ അബ്സ്ട്രാക്ഷനാണ്. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്താണ്? ഡേറ്റ അബ്സ്ട്രാക്ഷൻ ദ ആക്ട് ഓഫ് റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്നാണ് ഡേറ്റ അബ്സ്ട്രാക്ഷനെ പറ്റി പറയാറ്. അതായത് ഒരു യൂസർ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസിന് മാത്രം യൂസറിന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിങ് ഡീറ്റെയിൽസ് അത്രയും അയാളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാണെങ്കിൽ യൂസർ ആവശ്യപ്പെടുന്ന ഡേറ്റ എന്താണോ, ഒരു പൂൾ ഓഫ് ഡേറ്റ ആയിരിക്കും. നമ്മളെപ്പോഴും ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് ഡീൽ ചെയ്യുന്നത് ഒരു പൂൾ ഓഫ് ഡേറ്റയിൽ നിന്ന് അയാൾ ആവശ്യപ്പെടുന്ന ഡേറ്റ എന്താണോ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു വിത്തൗട്ട് പ്രൊവൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. ആ ഡേറ്റ എങ്ങനെ ജനറേറ്റഡ് ആയി, ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും തന്നെ അത് കൊടുക്കാതെ അയാൾ ആവശ്യപ്പെട്ട് അയാൾക്ക് വേണ്ടുന്നത്, അയാൾക്ക് റിയലായിട്ടൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണോ അത് മാത്രമായിട്ട് അയാൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിക്കാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുക. ഡേറ്റ അബ്സ്ട്രാക്ഷൻ പഠിക്കാനായിട്ട് ശരിക്കും ഒരു എക്സാമ്പിൾ എടുത്താൽ നമ്മൾ വളരെ ഈസി ആയിട്ട് ഡേറ്റ അബ്സ്ട്രാക്ഷൻ നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ സ്വിച്ച് ബോർഡ്, നോർമലി നമ്മുടെ വീടുകളിൽ കാണുന്നത് പോലെ സ്വിച്ച് ബോർഡിനെ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. ഈ സ്വിച്ച് ബോർഡിനകത്ത് എന്താണ് സംഭവിക്കുക? ശരിക്കും അതിനുള്ളിൽ ഒരു സർക്യൂട്ടറി ഉണ്ട്, കുറേ വയറിംഗ് സെക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പുറമേ നമ്മൾ കാണുന്നത് കുറച്ച് സ്വിച്ചുകളും, ആ സ്വിച്ചിനെ നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. ജസ്റ്റ് ഓൺ ചെയ്യുമ്പം ലൈറ്റോ ഫാനോ എന്താണോ അത് തെളിയുന്നു, ഓഫ് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു കണക്ഷൻ അവിടെ നിന്ന് വെടിയിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ശരിക്കും അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ബാക്കിലുള്ള ഡീറ്റെയിൽസ് എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ്, വയർ എങ്ങനെയൊക്കെയാണ് കണക്ഷൻ പോയിരിക്കുന്നത്, അതിൻ്റെ സർക്യൂട്ടറിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി നമ്മൾക്ക് അറിയത്തില്ല. നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തുമാത്രമാണ്, അത് സ്വിച്ച് ഇടുമ്പോഴത്തേക്കിനും നമ്മുടെ ആവശ്യം അത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യിക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതിനെ വർക്കിംഗ് മോഡിൽ നിന്ന് മാറ്റി അതിനെ ഇനാക്റ്റീവ് മോഡിലോട്ട് കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങളും അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. യൂസർ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല, പക്ഷേ അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രോപ്പറായിട്ട് അയാൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡേറ്റ അബ്സ്ട്രാക്ഷൻ്റെ ഡെഫിനിഷൻ കൂടി അറിഞ്ഞിരിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഡാഷ് ഓഫ് റെപ്രസെൻറ്റിംഗ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് വിത്തൗട്ട് ഇൻക്ലൂഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചാൽ ഡേറ്റ അബ്സ്ട്രാക്ഷനാണ്. അത് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാതെ യൂസർ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് മാത്രം അയാൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഡേറ്റ അബ്സ്ട്രാക്ഷൻ എപ്പോൾ നമ്മൾ പറഞ്ഞാലും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു ടേമാണ് ഡേറ്റ ഹൈഡിങ്. ഓക്കെ, when abstraction exposes the necessary details, data hiding hides the rest of the details. അപ്പം ശരിക്കും അബ്സ്ട്രാക്ഷൻ്റെ കേസിൽ നമ്മൾ ആവശ്യമുള്ളതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഡേറ്റ ഹൈഡിങ്ങിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വിചാരിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ നടക്കുന്ന കാര്യം ചിന്തിച്ചാൽ മതി. ഡേറ്റ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ, ഡേറ്റ ഹൈഡിങ് എന്നുള്ള ആ വാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഹൈഡ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന പ്രോപ്പർട്ടിയാണ് ഡേറ്റ ഹൈഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിച്ച് ബോർഡിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ആ സ്വിച്ചസ്, പുറമേക്ക് കാണുന്ന സ്വിച്ചസ് എല്ലാം ഡേറ്റ അബ്സ്ട്രാക്ഷനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സർക്യൂട്ടറിയും അതിൻ്റെ കണക്ഷൻ വയേഴ്സും ഒക്കെ അവിടെ അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കപ്പെട്ടതാണ്. യൂസറിൻ്റെ അടുത്ത് നിന്ന് അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ്, ആ ഒരു കൺസെപ്റ്റിനെയാണ് ഡേറ്റ ഹൈഡിങ് എന്ന് പറയുക. രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്നതാണ്, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രണ്ട് ടോപ്പിക്കുകളാണ് ഡേറ്റ അബ്സ്ട്രാക്ഷനും ഡേറ്റ ഹൈഡിങ്ങും. വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രിൻസിപ്പിൾ കൺസെപ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡേറ്റ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ഫീച്ചേഴ്സാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുന്ന ആളാണ് എൻക്യാപ്സുലേഷൻ.
എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ എപ്പോഴും എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും നമ്മൾ കണ്ട് കേട്ട് പഠിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഒരു യൂണിറ്റിലേക്ക് ഒരു എൻറ്റിറ്റീൻ്റെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ ഡേറ്റേനെയും ഓപ്പറേഷൻസിനെയും റാപ്പ് ചെയ്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുക. കാണാതെ പഠിക്കാതെ അതിൻ്റെ എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയെടുത്താൽ ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയാണ്. നമ്മളൊരു ഓബ്ജക്റ്റിനെ പറ്റി ചിന്തിക്കൂ. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, എല്ലാ ഒബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ബിഹേവിയറും ഉണ്ട്. ഓൾറെഡി നമ്മളത് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ബിഹേവിയറിനെ പറ്റിയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കൂട്ടിയിട്ടൊന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അവിടെ ഒരു ഓബ്ജക്റ്റ് നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ഓബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിനെ സംബന്ധിച്ച് അതിന് കുറേ പ്രോപ്പർട്ടീസ് അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും, അതിന് കുറച്ച് ബിഹേവിയറും ഉണ്ടാകും. വ്യക്തമായി പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഓബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പം നമ്മൾ കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാർ വെച്ചാണ് നേരത്തെയും നമ്മളത് മനസ്സിലാക്കി വെച്ചത്. കാർ എടുക്കുകയാണെങ്കിൽ അതിനൊരു നിറം പറയാനുണ്ട്, ഒരു കമ്പനി പറയാനുണ്ട്, അതിൻ്റെ എന്താ പറയുക ഫ്യൂവലിംഗ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, സീറ്റിംഗ് കപ്പാസിറ്റി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരിക. നേരെ മറിച്ച് അതിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ടേൺ ചെയ്യാൻ സാധിക്കുന്നു, മൂവ് ചെയ്യാൻ സാധിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അത് വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്ത് ഉപയോഗം ഉണ്ടാവുക, അതിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബിഹേവിയറിനകത്ത് വരിക. ഈ രണ്ട് കാര്യങ്ങളെയും, ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും ബിഹേവിയറിനെയും നമ്മൾ ശരിക്കും കമ്പൈൻ ചെയ്ത് ക്ലാസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് കൊണ്ട് ബൈൻഡ് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് ശരിക്കും എൻക്യാപ്സുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ഡേറ്റയും ഓപ്പറേഷൻസൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആളിനെ കാണിക്കാനാണ് നമ്മൾ ഡേറ്റാസിനെ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമിലേക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബൈൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡേറ്റ എങ്കിൽ, അതിൻ്റെ ബിഹേവിയറിനെ ബൈൻഡ് ചെയ്യാനാണ് ഓപ്പറേഷൻസ് അഥവാ നമ്മളതിനെ ഫങ്ഷൻസ് എന്ന് വിളിക്കാറുണ്ട്, അഥവാ മെത്തേഡ്സ് എന്ന് വിളിക്കാറുണ്ട്, ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓർ മെത്തേഡ്സിനെ വെച്ചാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ, ഡേറ്റാസ് വെച്ചിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് ഒരു ക്ലാസ് കൺസെപ്റ്റിലേക്ക് ബൈൻഡ് ചെയ്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്, റാപ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതിനെയാണ് എൻക്യാപ്സുലേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അനദർ പവർഫുൾ ടൂൾ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ആദ്യത്തേത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആയിരുന്നു. ഡേറ്റ ഹൈഡിങ്ങിനെ വേറെ സെപ്പറേറ്റ് ഒരു പോയിൻ്റായിട്ട് പറയണ്ട, ഡേറ്റ അബ്സ്ട്രാക്ഷനൊപ്പം തന്നെ ഡേറ്റ ഹൈഡിങ്ങും പഠിച്ചു പോവുക. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റാണ്, ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പ്രിൻസിപ്പിളാണ് എൻക്യാപ്സുലേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻഹെറിറ്റൻസ്. ഇതും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ശരിക്കും എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും, നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് യൂസിങ് ദിസ് ഇൻഹെറിറ്റൻസ് ടെക്നിക് വി ക്യാൻ ക്രിയേറ്റ് വൺ ക്ലാസ് ഫ്രം അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് വേറെ ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. ശരിക്കും ഇൻഹെറിറ്റൻസ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇറ്റ്സ് എ ക്യാപ്പബിലിറ്റി ഓഫ് വൺ ക്ലാസ് ഓഫ് തിങ്സ് ടു ഇൻഹെറിറ്റ് ക്യാപ്പബിലിറ്റീസ് ഓർ പ്രോപ്പർട്ടീസ് ഫ്രം അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിൽ നിന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വെച്ചുകൊണ്ട് നമ്മൾ വേറൊരു ക്ലാസ്സിനെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രോപ്പർട്ടിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. സപ്പോസ് എൻ്റെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിന് കുറേ ഫങ്ഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ വേറെ ഒരു ക്ലാസ്സിനെ ജനറേറ്റ് ചെയ്യുന്നു, സേ ക്ലാസ് ബി. ഈ ഒരു പ്രോപ്പർട്ടി അപ്പം നാച്ചുറലി ക്ലാസ് ബിക്ക് ക്ലാസ് എയിൻ്റേതായിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇൻഹെറിറ്റൻസ് മൂലം കിട്ടിയിട്ടുണ്ടാവും. ഇതിനെയാണ്, ഈ ടെക്നിക്കിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ഇങ്ങനെ ഏത് ക്ലാസ്സിൽ നിന്നാണോ നമ്മൾ പുതിയൊരു ക്ലാസ്സിനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്, ഇതിന് നമ്മൾ വിളിക്കുന്നത് ബേസ് ക്ലാസ് എന്നാണ്. ബേസ് ക്ലാസ് എന്ന് വിളിക്കാറുണ്ട്, അഥവാ പാരൻറ്റ് ക്ലാസ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഈ ഒരു ക്ലാസ്സിനെ. ഇനി അതിൽ നിന്ന് ഏതിനെയാണോ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത ഈ ക്ലാസ്സിനെ വിളിക്കുന്ന പേരാണ്, ഒന്നെങ്കിൽ നമ്മളതിനെ വിളിക്കും ഡിറൈവ്ഡ് ക്ലാസ് എന്ന് വിളിക്കാറുണ്ട്, ഡിറൈവ്ഡ് ക്ലാസ്, അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നൊരു പേരുണ്ട്, ചൈൽഡ് ക്ലാസ് എന്നൊരു പേരുണ്ട്. ഇങ്ങനെ 2-3 പേരുകളിൽ നമ്മുടെ
ഡിറൈവ്ഡ് ക്ലാസ്സിന് അറിയപ്പെടാറുണ്ട്. നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്ത ക്ലാസ്സിന് അറിയപ്പെടാറുണ്ട്. ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്, ഈ കൺസെപ്റ്റ് പല രീതിയിലുണ്ട്. ഇൻഹെറിറ്റൻസ് പല ലെവലുണ്ട്. അത് ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്കൊരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഏത് ക്ലാസ്സിൽ നിന്നാണോ ജനറേറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസും ഫങ്ഷനാലിറ്റീസും കൂടിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പോരുന്നത്. അതിനെയാണ് ഇൻഹെറിറ്റൻസ് ടെക്നിക്ക് എന്ന് പറയുക. അതും കൂടി വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതും ഒരു പവർഫുൾ ടെക്നിക്കാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ശരിക്കും ഇൻഹെറിറ്റൻസ് കൊണ്ട് നമ്മളൊക്കെ എന്താണ് ഈ പ്രോഗ്രാമാറ്റിക്കലി ഉപയോഗം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് റീയൂസിങ് ഓഫ് കോഡാണ്, റീയൂസബിലിറ്റി ഓഫ് കോഡാണ് അവിടെ വരുന്നത്. ഒരു ക്ലാസ്സിനകത്ത് എഴുതിയിരിക്കുന്ന കോഡുകളെ അത് നാച്ചുറലി ഇങ്ങോട്ട് ഇൻഹെറിറ്റഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ പിന്നെ ഒന്നും കൂടി അവിടെ എഴുതാതെ അതിനെ നേരിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പല പല ഉപയോഗങ്ങളുണ്ട്. ലേറ്റർ നമുക്ക് ആ ഒരു ഭാഗത്തോട്ടൊക്കെ വരാം. കൺസെപ്റ്റ് മനസ്സിലാക്കി പോകുക എന്ന് മാത്രമാണ് ഈ ഒരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഒരു പവർഫുൾ ടൂളായിട്ടുള്ളതാണ് ഇൻഹെറിറ്റൻസ്. നെക്സ്റ്റ് വൺ വരുന്നത് പോളിമോർഫിസം. ഓക്കെ, പോളിമോർഫിസം എന്ന് പറഞ്ഞാലും ആ വാക്കിൻ്റെ ഒരു മീനിങ്ങുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണതും. പോളി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? പോളി മീൻസ് മൾട്ടി. മോർഫിസം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ശരിക്കും കണക്റ്റഡ് ആയിരിക്കുന്ന ഫോംസ് എന്നുള്ളൊരു രൂപങ്ങൾ എന്നുള്ളൊരു വാക്കുമായിട്ടാണ്. മൾട്ടിപ്പിൾ ഫോംസ് എന്ന് നമുക്ക് പറയാം പോളിമോർഫിസത്തിനെ. ഒന്നിലധികം രൂപങ്ങൾ. ശരിയാണ്. ദ എബിലിറ്റി ഫോർ എ മെസ്സേജ് ഓർ ഡേറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം. ഒരു ഫോമിലല്ലാതെ ഒന്നിലധികം ഫോമിലേക്ക് ഒരു മെസ്സേജിനെയോ ഒരു ഫംഗ്ഷനെയോ ഒരു ഓപ്പറേറ്ററിനെയോ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെ അതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ തിയറി വായിക്കുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കിടക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. സപ്പോസ് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഓപ്പറേറ്റർ ഉണ്ട്, പ്ലസ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. നാച്ചുറലി ഇയാൾ ചെയ്യുന്നത് എന്താണ്? രണ്ട് സംഖ്യകൾ കൊടുക്കുകയാണെങ്കിൽ അതിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ബേസിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്ന, അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് പ്ലസ് എന്ന് പറയുന്ന സൈൻ. പക്ഷേ ഇതിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രിങ് കൊടുത്തിട്ട് ഹായ് പ്ലസ് ഹലോ ഇങ്ങനെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇത് രണ്ടും ഒരു സ്ട്രിങ് ആണ്. ബേസിക്കലി പ്ലസ് വർക്ക് ചെയ്യുന്നത് രണ്ട് നമ്പറിന് ബിറ്റ്വീനാണ്. രണ്ട് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ സമ്മ് തരാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് പ്ലസ്. പക്ഷേ ഇവിടെ ഞാൻ ശ്രമിച്ചത് രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ ആഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ശരിക്കും അവിടെ സ്ട്രിങ്ങുകളെ തമ്മിൽ ആഡ് ചെയ്യാൻ അതിന് സാധിക്കില്ല. ബിക്കോസ് സ്ട്രിങ്ങുകൾക്ക് തമ്മിൽ അത് ന്യൂമറിക് ഡേറ്റ അല്ലല്ലോ, നോൺ ന്യൂമറിക് ഡേറ്റീസ് ആണ്. നോൺ ന്യൂമറിക് ഡേറ്റയ്ക്ക് അഡീഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? ഹായ് ഹലോ എന്നുള്ള രീതിയിലായിരിക്കും. ദാറ്റ് മീൻസ് ജസ്റ്റ് കമ്പൈൻ ചെയ്തു, ഒന്ന് കോൺകാറ്റനേറ്റ് ചെയ്തു. അവിടെ അപ്പോൾ ശരിക്കും ഇയാളുടെ ഒരു ഉപയോഗം എന്തായിരുന്നു? പ്ലസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് സം നമ്പേഴ്സാണ് ശരിക്കും. പക്ഷേ അത് സ്ട്രിങ്ങിൻ്റെ കേസിലേക്ക് വന്നപ്പോഴത്തേക്കിനും നമ്മൾ അയാളെ കൊണ്ട് ചെയ്യിച്ച എന്താണ്? കോൺകാറ്റനേഷൻ. ഫോം ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അയാളെക്കൊണ്ട് നമ്മൾ രണ്ട് ജോലിയാണ് അവിടെ ചെയ്യിച്ചത്. രണ്ട് കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻസിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിലും വെച്ചിട്ടൊക്കെ എഴുതാം. ബിക്കോസ് എൻ്റെ ഒരു പറയുന്ന രീതി വെച്ചിട്ടാണെങ്കിൽ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സപ്പോസ് എൻ്റെ ഒരു പ്രോഗ്രാം എഴുതിയപ്പോൾ അതിനകത്ത് സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കും. അതേ സെയിം പ്രോഗ്രാമിൽ അടുത്തതായിട്ട് വേറെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ടെന്ന് വിചാരിക്കും. ആ ഫംഗ്ഷൻ്റെ പേരും സം എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനൊരു പാരാമീറ്റർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഇൻറ്റ് എ. അടുത്ത ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ടെന്ന് വിചാരിക്കൂ, എഗെയിൻ സം ആണ്, ഇൻറ്റ് എ കോമ ബി ഇൻറ്റ് ബി. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ തന്നെ ഒന്നിലധികം ഫങ്ഷൻസ് സെയിം പേര് വെച്ചിട്ടും ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് വെച്ചിട്ട്, പാരാമീറ്ററിൻ്റെ ലിസ്റ്റിൽ, പാരാമീറ്റർ എന്താണെന്നൊക്കെ ഉള്ളത് ലേറ്റർ നമ്മൾ വരുന്നതേ ഉള്ളൂ, എന്നാൽ പോലും അത് ഫങ്ഷൻസ് വർക്ക് ചെയ്യാൻ പുറമേ നിന്ന് കൊടുക്കേണ്ട വാല്യൂസ് ആണ് എന്ന് മനസ്സിലൊന്ന് ഓർത്തുകൊണ്ട് ചിന്തിക്കുക. ഇതിവിടെ ഞാൻ പാരാമീറ്റർ ഇല്ലാത്ത ഒരു ഫംഗ്ഷനാണ്, അത് സമ്മാണ്. ഇവിടെ ഒരു പാരാമീറ്റർ മാത്രം, അതായത് പുറമേ നിന്ന് നമ്മളൊരു ഇൻറ്റിജർ വാല്യൂ കൊടുത്താലേ ഇയാൾ വർക്ക് ചെയ്യുള്ളൂ.
ഒരു പാരാമീറ്റർ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ, അതും സം തന്നെയാണ്. ഇവിടെ 2 ഇൻറ്റിജർ പാരാമീറ്ററുള്ള വേറൊരു ഫംഗ്ഷൻ, അതിൻ്റെ പേരും സമ്മാണ്. അപ്പോൾ ഒരേ പേരിൽ എന്നാൽ പല ഫോമാറ്റാണ് ശരിക്കും. കമ്പൈലറിനെ സംബന്ധിച്ച് ഇത് 3 ഫംഗ്ഷൻസ് ആയിട്ട് കമ്പൈലർ യൂസ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെയാണ് പോളിമോർഫിസം എന്ന് പറയുക. അപ്പോൾ പോളിമോർഫിസം എന്ന് പറയുമ്പോൾ ശരിക്കും എന്തായിരിക്കും, ആ ഒരു എബിലിറ്റി ഫോർ എ മെസ്സേജ് ഓർ ഡേറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം. അപ്പോൾ ശരിക്കും കമ്പൈലറിന് കൺഫ്യൂഷൻ ആവില്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇല്ല. ബിക്കോസ് സം എന്ന് പറയുന്ന നോൺ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷനെയും ഒരു പാരാമീറ്ററുള്ള സമ്മിനെയും 2 പാരാമീറ്ററുള്ള സമ്മിനെയും അതും 3 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടായിരിക്കും കമ്പൈലർ ട്രീറ്റ് ചെയ്യുക. ഈ ഒരു രീതിക്കാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, പോളിമോർഫിസം എന്ന് പറയുക. ഓക്കെ, ഇനി പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ട ഒരു പോയിൻറ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് എടുത്തെഴുതിയതാണ് ഞാനിവിടെ. ഒരു ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് 1 വേർഡിൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആക്ച്വലി ബോർഡ് യൂസ് ചെയ്ത് വന്നപ്പോൾ അവിടെ എല്ലാം എഴുതിയത് കൊണ്ട് ഇത് നോട്ടീസ് ചെയ്യാതെ പോകരുത്. ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് ദാറ്റ് സപ്പോർട്ട് ക്ലാസസ് ബട്ട് നോട്ട് പോളിമോർഫിസം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇതിന് നേരത്തെ മുന്നേ ഡിസ്കസ് ചെയ്ത ഡേറ്റ അബ്സ്ട്രാക്ഷനും ഡേറ്റ ഹൈഡിങ്ങും ഇൻഹെറിറ്റൻസും അതുപോലെയുള്ള എല്ലാ പ്രോപ്പർട്ടീസിനെയും സപ്പോർട്ട് ചെയ്യും. എന്നാൽ പോളിമോർഫിസത്തിന് സപ്പോർട്ട് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ലാംഗ്വേജസിനെയാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുക. 1 വേർഡ് ക്വസ്റ്റ്യനിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജിൽ. ലാംഗ്വേജ് ദാറ്റ് സപ്പോർട്ട് ക്ലാസസ് ബട്ട് നോട്ട് പോളിമോർഫിസം. ബാക്കി എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. പോളിമോർഫിസം കൺസെപ്റ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്ത ആളാണ് ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ്. ആൻ എക്സാമ്പിൾ ചോദിച്ചാൽ അഡ എന്ന് പറയുന്ന ലാംഗ്വേജ്, ADA അഡ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആക്ച്വലി ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഡസൻറ്റ് സപ്പോർട്ട് പോളിമോർഫിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലുണ്ടാവണം. ബേസിക് കൺസെപ്റ്റുകളായിട്ടുള്ള ബേസിക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിലൊന്നാമത്തത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആയിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഡേറ്റ ഹൈഡിങ് വന്നു, പിന്നെ എൻക്യാപ്സുലേഷൻ ടെക്നിക്, ദെൻ ഇൻഹെറിറ്റൻസ് ആൻഡ് ഫൈനലി പോളിമോർഫിസം. ദെൻ ഇപ്പം ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ മോസ്റ്റ് പവർഫുൾ ആക്കുന്ന കുറച്ച് ടെക്നിക്കുകളായിരുന്നു ഇത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ഹൂപ്സ് എന്തൊക്കെയാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആസ് കമ്പയർഡ് വിത്ത് അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള മുന്നേ നിന്നിരുന്ന ആളാരായിരുന്നു, ശരിക്കും പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആയിരുന്നു. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദീകരിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ പ്രൊസീജിയർ ഓറിയൻറ്റഡും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും തമ്മിൽ നോക്കുമ്പോൾ അതിലെന്താണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ അഡ്വാൻറ്റേജസ്? റീയൂസ് ഓഫ് കോഡ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലിങ്കിങ് ഓഫ് കോഡ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവിടെ സാധിക്കും. ഒരു സ്ഥലത്ത് എഴുതിയ കോഡിനെ വേറെയുള്ള ഒരു പോർഷനിലോട്ട് ഈസി ആയിട്ട് കോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു, ആ ഒരു ഭാഗമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് റീയൂസ് ഓഫ് കോഡ് എന്ന് പറയുന്ന കാര്യം ഇവിടെ പോസിബിളാണ്. രണ്ടാമത്തത് ഈസ് ഓഫ് കോംപ്രിഹെൻഷനാണ്. നമുക്കതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാനും റിയൽ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ ഒരു പ്രോഗ്രാമിലിട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് കോംപ്രിഹെൻസീവ് നേച്ചർ അത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഈസ് ഓഫ് കോംപ്രിഹെൻഷൻ ഉണ്ട്. ഈസ് ഓഫ് മെയിൻ്റനൻസ്, ദറ്റ് മീൻസ് ഈ concepts such as encapsulation, data abstraction, it allow for a very clear design. ശരിക്കും ഒരു ക്ലിയർ ആൻഡ് ക്ലീൻ ഡിസൈൻ നമുക്കൊരു പ്രോഗ്രാമിനെ പറ്റി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. കുറേയധികം ഡേറ്റ സെക്യൂരിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈസ് ഓഫ് മെയിൻ്റനൻസ് ആണ്, ഈസി ഓഫ് ഡിസൈൻ നമുക്ക് സാധിക്കുന്നുണ്ട്, പിന്നെ ഈസി റീഡിസൈൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഒരു വൺസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ച ലാംഗ്വേജിലെ അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ടൈപ്പ് മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ട്, അതിനെ റീഡിസൈൻ ചെയ്യണം, അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. ഇതിനാണെങ്കിൽ എല്ലാം നമ്മൾ ക്ലാസ് ഒബ്ജക്റ്റ് കൺസെപ്റ്റിൽ പോകുന്നത് കൊണ്ട് തന്നെ മോഡിഫിക്കേഷനൊക്കെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് മോഡിഫൈ ചെയ്യാതെ നമുക്ക് ആ ഒരു ബേസിൽ വന്നിട്ട് മോഡിഫൈ ചെയ്ത് ആ ഒരു മോഡിഫിക്കേഷൻ പിന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിനെ വിസിബിൾ ആക്കാനൊക്കെ സാധിക്കും. ലേറ്റർ അത് കുറച്ചും കൂടി മുന്നോട്ട് പോയാലേ കൺസെപ്റ്റുകൾ കുറച്ചും കൂടി പൂർണ്ണമായി മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുമ്പോൾ അത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. റീയൂസ് ഓഫ് കോഡ്, ഈസ് ഓഫ് കോംപ്രിഹെൻഷൻ, ഈസ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് ഈസി റീഡിസൈൻ ആൻഡ് എക്സ്റ്റൻഷൻ. ഇത്രയും അഡ്വാൻറ്റേജസ്. ഇനിയും നമുക്ക് അഡ്വാൻറ്റേജ് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാലും മെയിൻലി മനസ്സിലേക്ക് പെട്ടെന്ന് അഡ്വാൻറ്റേജ് പറയുമ്പോൾ കടന്നു വരുന്ന ഒരു 4 പോയിൻറ്റുകൾ നമ്മൾ അഡ്വാൻറ്റേജിൻ്റെ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിനകത്തോട്ട്. ഇപ്പോൾ അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് പഠിക്കാം. ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ്? കമ്പാരറ്റീവ്ലി അഡ്വാൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ വലിയ ഡിസഡ്വാൻറ്റേജ് പറയാനില്ല എങ്കിൽ പോലും, അപ്പോൾ ശരിക്കും നമുക്ക് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ദ പ്രോഗ്രാംസ് ഡിസൈൻ ഈസ് ട്രിക്കി. അത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുമ്പോൾ, അത് മാത്രമല്ല ഊപ്പിൽ നമ്മൾ ക്ലാസ് ഓബ്ജക്റ്റ് കൺസെപ്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ക്രിയേഷനും കാര്യങ്ങൾ വരുമ്പോൾ ഇറ്റ്സ് എ ട്രിക്കി കൺസെപ്റ്റാണ്. സോ അതതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടും വേണമെങ്കിൽ പറയാം, അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. പ്രോഗ്രാംസ് ഡിസൈൻ ഈസ് സോ ട്രിക്കി. Also, one need to do proper planning and proper designing for object oriented programming. അതിനെ ശരിക്കും പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു പ്രോഗ്രാം, നല്ലൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നാച്ചുറലി പ്രോപ്പറായിട്ടുള്ള ഡിസൈനിങ് ആവശ്യമുണ്ട്, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആവശ്യമുണ്ട്. അത് കുറച്ചും കൂടി അതിനായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും ഇൻ ദ കേസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്തിൽ പോലും നമുക്ക് എപ്പോഴും എന്താ പറയാം, ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ തിരിച്ച് പറയാം, ഇംപ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ശരിക്കും അതിന് ആ ഒരു ഭാഗത്തിനെ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഒരു കാര്യം വേണ്ട. ശരിക്കും ഒരു വെല്ലായിട്ടുള്ള റഫ് ഐഡിയ വെച്ചുകൊണ്ട് തുടങ്ങാൻ പറ്റി ഈ ഊപ്പിൽ ഒരു പ്രോഗ്രാം എഴുതി അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പർ ഡിസൈനിങ്ങും അത് ആവശ്യപ്പെടുന്നുണ്ട്. ദെൻ ശരിക്കും പിന്നെ അതുപോലെ ഡിസൈനിങ് സ്കിൽ, പ്രോഗ്രാമിംഗ് സ്കിൽ, പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്കിൽസും തിങ്കിങ് സ്കിൽസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒബ്ജക്റ്റ് ക്ലാസ് റിലേഷൻഷിപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ടു പ്രോഗ്രാം വിത്ത് ഊപ്പ്, പ്രോഗ്രാമർ നീഡ് പ്രോപ്പർ സ്കിൽസ് സച്ച് ആസ് ഡിസൈനിങ് സ്കിൽസ്, പ്രോഗ്രാമിംഗ് സ്കിൽസ്, തിങ്കിങ് ഇൻ ടേംസ് ഓഫ് ഒബ്ജക്ട്സ് എക്സെട്ര. ഇത് 10ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റുകളിൽ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരിക്കും ചിന്തിക്കുമ്പോൾ ഇത് ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ബിക്കോസ് ഏത് പ്രോഗ്രാമിംഗ് എടുത്തുള്ള ലാംഗ്വേജിൽ വെച്ച് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ പോലും എല്ലാം തന്നെയും പ്രോപ്പർ ഡിസൈനിങ്ങും പ്രോപ്പറായിട്ടുള്ള ഒരു നോളജും പ്രോപ്പറായിട്ടുള്ള പ്രോഗ്രാമിംഗ് സ്കില്ലും ഒക്കെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ അത്രയുമൊക്കെ ഉള്ളൂ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. അല്ലാണ്ട് ഒരു ഭയങ്കരമായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് എടുത്ത് പറയാനായിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനില്ല. അഡ്വാൻറ്റേജ് തന്നെയാണ് കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് എപ്പോഴും ഒരു ഡിമാൻഡഡ് ആയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകൾ അത്രയും മനസ്സിൽ വെക്കണം. ഈ കൺസെപ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ടേക്കും മുന്നോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കിനും വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോട് അടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഓളും കൂടിയിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. കുട്ടികളാണ് 9ാം ICSE 9ഉം 10ലും പഠിക്കുന്ന കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ല മുതിർന്നവരാണ് കാണുന്നതെങ്കിൽ എവിടെയെങ്കിലും ICSE 9th and 10th പഠിക്കുന്ന സുഹൃത്തുക്കളോ കുഞ്ഞുമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.